നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ കളി കണ്ടില്ലേ? ഹാർട്ട് ബീറ്റ് അതിൻ്റെ പാരമ്പര്യയിലെത്തിയ ഒരു മത്സരം. വൺ ഓഫ് ദി മോസ്റ്റ് ഡ്രമാറ്റിക് എൻഡിങ് എവർ. അതാണ് നമ്മൾ കണ്ടത് ഈ കളിയിൽ. ഇങ്ങനെ ഒരു അവസാനം. കളി നമ്മൾ ഡീപ്പായിട്ട് വിശകലനം ചെയ്യുകയല്ല, അത് നമ്മൾ ഷിയാബ്സറേയും കൂട്ടിക്കൊണ്ട് റാഫ്റ്റ് ഓഫ് പോഡ്കാസ്റ്റിൽ വിശദമായിട്ട് വരും. നിങ്ങൾക്കറിയാലോ, ഇത് നമ്മളിപ്പം പ്രധാന കളികളൊക്കെ കഴിയുമ്പോൾ ഒരു ക്വിക്ക് റിവ്യൂ പെട്ടെന്ന് കളി കണ്ട ആവേശത്തിൽ അങ്ങ് പറയുന്നതാണ്. അതിന് വലിയ ഡീപ്പായിട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. കളി ആവേശം പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. വല്ലാത്ത ഒരു ഉദ്വേഗം നിറഞ്ഞ കളിയാണ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഹൈ ഡ്രാമ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കളിയാണ്. പല ഗോളുകൾ ഓഫ് സൈഡായിട്ട് നിഷേധിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ അവസാന നിമിഷവും അത് ക്രൊയേഷ്യ ഈക്വലൈസ് ചെയ്തു എന്ന് കരുതിയ സമയത്ത് അത് എത്ര നേരം എടുത്തിട്ടാണ് വാറൊക്കെ ചെക്ക് ചെയ്ത് അത് റൂൾഡ് ഔട്ട് ആക്കുന്നത്. ആ ഇമോഷൻസ് നമ്മൾ കണ്ടില്ലേ? ക്രൊയേഷ്യൻ താരങ്ങളുടെ ഇമോഷൻസ്, പോർച്ചുഗീസ് താരങ്ങൾ ആ ഗോള് റൂൾഡ് ഔട്ട് ആക്കുന്നവരെ അവരിങ്ങനെ നോക്കി. ക്രിസ്ത്യാനോയുടെ ഒക്കെ ഒരു മുഖഭാവവും കാര്യങ്ങളും. കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ നേരെ ലൂക്കാ മോഡ്രിച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇങ്ങനെ എന്തെല്ലാം മുഹൂർത്തങ്ങളാണ് നമുക്ക് ഈ കളി സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ പോർച്ചുഗൽ 2-1 വിജയിച്ച് കയറി. ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ ഗോൺസാലോ റാമോസുമാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത്. പെരിസിച്ചാണ് ക്രൊയേഷ്യയുടെ ഗോൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ റാഫേൽ ലിയാവോ, പെഡ്രോ നെറ്റോ എന്നിവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോച്ച് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടിരുന്നത്. മറുഭാഗത്ത് സ്വാഭാവികമായിട്ടും മുന്നേറ്റങ്ങൾ നയിക്കാൻ ബുദ്ധിമറും ലാസിച്ചും സൂസിച്ചും ബറ്റോഴിനെയും കൊവാസിച്ചും ലൂക്കാ മോഡ്രിച്ചും ഒക്കെ ഇറങ്ങിയിരുന്നു. പോർച്ചുഗൽ മധ്യനിരയിൽ ജാവോ നെവസും അതുപോലെ തന്നെ വിറ്റിനെയും ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന 11 തന്നെ. റാഫേൽ ലിയാവോ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യ പകുതി ഞാൻ പറയും അത് പോർച്ചുഗലിന് അവകാശപ്പെട്ട രൂപത്തിൽ തന്നെയാണ്. പോർച്ചുഗൽ തന്നെയാണ് ശരിക്കും ആധിപത്യം പുലർത്തിയത്. ഗോൾ വരുന്നുണ്ടായിരുന്ന എന്നുള്ളത് മാത്രമാണ്. കിടിലൻ ക്രോസുകൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ ഹിറ്റ് ചെയ്യാൻ പറ്റാതെ പോയ നിമിഷം. അതുപോലെ മനോഹരമായിട്ടുള്ള ചില നീക്കങ്ങൾ വേറെയും വന്നു. പോർച്ചുഗലിന് തന്നെയാണ് ആദ്യ പകുതിയിൽ ആധിപത്യം ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ ഒരു ഡിഫറെൻറ്റ് പ്ലാനുമായിട്ടാണ് വന്നത്. അവർ ആക്രമിക്കാൻ തുടങ്ങി. അവർ ഗോളിലേക്ക് വഴി വെട്ടാനുള്ള അവസരങ്ങൾ നോക്കി. അങ്ങനെയുള്ളൊരു വഴി വെട്ടാനുള്ള അവസരത്തിൻ്റെ ഭാഗമായിട്ടാണ് പെരിസിച്ചിൻ്റെ ആ ഗോൾ പിറക്കുന്നത്. അത് മികച്ചൊരു നീക്കം. ഒരു പക്ഷേ ആ കളിയിൽ അവർ നടത്തിയ ആദ്യത്തെ ഒരു റിയൽ അറ്റംപ്റ്റ് ആയിരുന്നത്. അതൊരു മികച്ച നീക്കത്തിനൊടുവിലാണ് ബോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതും അദ്ദേഹം വളരെ കാമായിട്ട് പന്ത് വലയിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ട് ക്രൊയേഷ്യ മുന്നിലെത്തിക്കുന്നത്. അതോടുകൂടി പോർച്ചുഗലിനെ തിരിച്ചടിച്ച് പറ്റൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്ത് ചെയ്യും കോച്ച് എന്നുള്ളതാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. ഗോള് വേണ്ട ഒരു സമയം 62-ാമത്തെ മിനിറ്റിൽ ഒറ്റയടിക്ക് 4 സബ്സ്റ്റിറ്റ്യൂഷനുകൾ. കളി ഒരു പക്ഷേ അവിടെ മാറുകയായിരുന്നു. അതായത് 4 സബ്സ്റ്റിറ്റ്യൂഷനിൽ വിറ്റിനിയെ പിൻവലിക്കുന്നു, ബെർണാഡോ സിൽവ വരുന്നു, പെഡ്രോ നെറ്റോയ്ക്ക് പകരം കോൺസിസാവോ വരുന്നു, ബ്രൂണോ ഫെർണാണ്ടസിനെ പിൻവലിച്ച് സെമേഡോ ഇറക്കുന്നു, കൺസോലയെ പിൻവലിച്ച് റാമോസിനെ ഇറക്കുന്നു. മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ചേഞ്ച്. എന്തൊക്കെ നടക്കുന്നതെന്ന് വിചാരിച്ചു. കാരണം ബ്രൂണോയെ പിൻവലിക്കുന്നു, വിറ്റിനിയെ പിൻവലിക്കുന്നു. പക്ഷേ അതിൻ്റെ ഫലം തൊട്ട് പിന്നാലെ നമ്മൾ കാണുന്നു. ആ പെനാൽറ്റി ബോക്സിൽ വെയ്ഗയെ ഫൗൾ ചെയ്യുന്ന സംഭവം, അത് ആദ്യം ഫൗളാണോ എന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വാറൊക്കെ നോക്കുമ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഏതായാലും അത് പെനാൽറ്റി വിധിക്കുന്നു. ക്രിസ്ത്യാനോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. അതിന് മുമ്പ് ക്രിസ്ത്യാനോയുടെ ഒരു കിടിലൻ ഫിനിഷ് ഉണ്ടായിരുന്നില്ലേ? വാവ്, അതൊരു ഗോളായിരുന്നു കേട്ടോ. അത് ആ ഒരു ഹൈ ബോൾ അദ്ദേഹം കൃത്യമായിട്ട് നിയന്ത്രിച്ചിട്ട് എടുത്ത് ഒരു മാസ്മരിക ഫിനിഷിംഗ് ഒക്കെ നടത്തിയിട്ട് പോയൊരു ഗോൾ ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റൂൾഡ് ഔട്ട് ആയി പോയി. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിഫറൻസിലാണത് ഓഫ് സൈഡായി പോയത്. അതുപോലെ തന്നെ ക്രൊയേഷ്യ ആദ്യം ഗോൾ അടിച്ചപ്പോൾ അതിൻ്റെ പിന്നാലെ അവർ അടുത്ത ഗോൾ അടിച്ചിരുന്നു. അതും ഓഫ് സൈഡായിട്ട് റൂൾഡ് ഔട്ടായി പോവുകയായിരുന്നു. ഏതായാലും കളി 1-1 സമനില. ഇങ്ങനെ കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുന്ന നോക്കുന്നത്. ക്രിസ്ത്യാനോ ഗോൾ അടിക്കുമ്പോൾ ഗോൺസാലോ റാമോസ് കളത്തിലുണ്ട്. പോർച്ചുഗൽ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു, മറുഭാഗത്ത് ക്രൊയേഷ്യ വിജയ ഗോളിനായിട്ട് ശ്രമിക്കുന്നു. കളി മുറുകിയ ഘട്ടം 80 മിനിറ്റ് ആകുമ്പോൾ പക്ഷേ കോച്ച് ക്രിസ്ത്യാനോയെ പിൻവലിക്കുന്നു. അതെന്തിനായിരിക്കും? അതൊരു പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ എന്ന ഉദ്ദേശത്തിൽ കൂടി ചെയ്തതാണ്. പോർച്ചുഗൽ ഒരു ഗോൾ വേണ്ട സമയത്ത് ക്രിസ്ത്യാനോയെ പിൻവലിക്കുന്നു. എന്നാലും പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾക്ക് പിന്നീടും പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞു. നമ്മളൊക്കെ ഇതൊരു എക്സ്ട്രാ ടൈം പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് റാഫേൽ ലിയാവോയുടെ ഒരു കിടിലൻ ക്രോസിൽ നിന്ന് അതിനൊത്തവണ്ണം കിടിലൻ ഹെഡറിലൂടെ നമ്മുടെ ഗോൺസാലോ റാമോസ് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. പിന്നെയാണ് ഹൈ ഡ്രാമകളൊക്കെ സംഭവിക്കുന്നത്. 10 മിനിറ്റ് ആയിരുന്നല്ലോ ഈ ഒരു സമയം കൊടുത്തിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും റഫറി കളി മുന്നോട്ട്. അത് ഒരു പക്ഷേ ആ ഗോള് സംഭവിച്ചതിന് ശേഷമുള്ള ആഘോഷങ്ങൾ അതിനെ സമയമൊക്കെ പോയതുകൊണ്ടാണ്. അങ്ങനെ 10-12 മിനിറ്റ് ആകുമ്പോഴാണ് ആ ഒരു നീക്കത്തിലൂടെ പന്ത് പോർച്ചുഗലിൻ്റെ വലയിലേക്ക് കയറുന്നത്. അവൻ ശരിക്കും ആഘോഷിച്ചു.
ശരിക്കും ആഘോഷിച്ചു. ക്രൊയേഷ്യൻ താരങ്ങളൊക്കെ ആഘോഷിക്കുന്നു, ഗാലറിയിലെ ക്രൊയേഷ്യൻ ആരാധകർ ആഘോഷിക്കുന്നു, CR7 മുഖമൊക്കെ മങ്ങി നിൽക്കുന്നു. അപ്പോഴാണ് ചെക്കിലേക്ക് പോകുന്നത്, വാർ ചെക്കിലേക്കൊക്കെ പോകുന്നത്. റഫറി പിച്ച് സൈഡ് മോണിറ്റർ പോയിട്ടത് വാർ ചെക്ക് ചെയ്തിട്ട് ഓഫ് സൈഡാന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ആ വൈഗയുടെ തലയിൽ കൊണ്ടിട്ടുള്ള ആ സംഭവം, അത് ഡെലിബറേറ്റ് ടച്ചാണോ അല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു ചെക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഒടുവിൽ അത് ഡെലിബറേറ്റ് അല്ല എന്ന് വിധിച്ചുകൊണ്ട് അത് ഗോൾ ഓഫ് സൈഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൂൾഡ് ഔട്ട് ആക്കുകയായിരുന്നു. പിന്നീടും കളി വീണ്ടും പോകുന്നു, നീക്കങ്ങൾ നടക്കുന്നു. ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയി. ഏതായാലും ഒരു ത്രില്ലർ സിനിമ കണ്ടൊരു ഫീലാണ്. ഒരു എന്താ പറയുക, ഒരു 1.25 മണിക്കൂർ ഒരു ത്രില്ലർ സിനിമ, 2 മണിക്കൂറിനടുത്തൊരു ത്രില്ലർ സിനിമ കണ്ടൊരു ഫീലാണ് എല്ലാവർക്കും ഉണ്ടാവുക. എന്തായാലും ഒരു ലെജൻഡ് മടങ്ങി, അത് ലൂക്ക മോഡ്രിച്ച്. ഇപ്പോൾ ഇതാ മറ്റൊരു ലെജൻഡ് റൗണ്ട് ഓഫ് 16 കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ റൗണ്ട് ഓഫ് 16 കളികൾക്കായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ ഭയങ്കര